നാസയുടെ ട്വീറ്റ് കൂടി, നാസയുടെ എക്സിലെ പോസ്റ്റ് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. സ്പ്ലാഷ് ഡൗൺ കൺഫേംഡ് എന്നാണ് ഈ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ച ആ നിമിഷം ഇവർ അറിയിച്ചത്. ക്രൂ 9 ഈസ് നൗ ബാക്ക് ഓൺ എർത്ത് ഇൻ ദ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് എന്നൊരു എക്സ് പോസ്റ്റ് കൂടി അവർ നൽകുന്നുണ്ട്. ഒപ്പം ഇവരെ നേരത്തെ സ്പേസ് എക്സ് വെൽക്കം ചെയ്തതുപോലെ ഇവരെയും വെൽക്കം ചെയ്യുന്നുണ്ട് നാസ. ഒപ്പം തന്നെ ഏത് സമയത്താണ് സംഭവിച്ചത് എന്ന കാര്യമൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുന്നുമുണ്ട് നാസ. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങൾ കടന്ന് ഒരു സമ്പൂർണ്ണ വിജയം എന്ന രീതിയിലേക്ക് ഈ സ്പ്ലാഷ് ഡൗൺ അല്ലെങ്കിൽ ഈ ക്രൂ 9 ഡ്രാഗൺ പേടകത്തിന്റെ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവ് മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൃത്യമായ, അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്പ്ലാഷ് ഡൗൺ അത് സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കാം. ഏത് രീതിയിലാണോ അത് താഴേക്ക് പതിക്കേണ്ടിയിരുന്നത് അതുപോലെ തന്നെ അത് വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുന്ന സമയത്തൊക്കെ ആശയവിനിമയം അവർക്ക് നടത്താൻ കഴിയുമായിരുന്നു. ആ സമയത്ത് എന്താണ് ഈ കൺട്രോൾ സ്റ്റേഷനിൽ നിന്നും ഒപ്പം ഈ ആസ്ട്രോനട്സും പങ്കുവച്ച വിവരങ്ങൾ എന്നത് രസകരമാണ്, കൗതുകമുള്ളതാണ്. അതിലേക്ക് കൂടിയാണ് നമുക്കിനി പോകുന്നത്. അല്പസമയത്തിനകം അത്തരം വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ പ്രോസസ്സ് നമ്മൾ കണ്ടതുപോലെ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ കെട്ടിവലിക്കുന്ന പ്രോസസ്സ് നടക്കുകയാണ്. വീണ്ടും അതിൻ്റെ പിൻഭാഗത്ത്, നേരത്തെ മുൻഭാഗത്തായിരുന്നെങ്കിൽ ഇപ്പോൾ പിൻഭാഗത്ത് കൂടി ഈ പറയുന്ന ബ്ലാക്ക് സ്യൂട്ടും ഗ്രീൻ ക്യാപ്പും ധരിച്ച റിക്കവറി ടീം മെമ്പേഴ്സ് അവർ കയറുകയാണ്. അതിൽ റോപ്പ് ഘടിപ്പിക്കുകയാണ്. ഇനി ആ റോപ്പാണ് ദൂരെ കാണുന്ന ആ ബോട്ടിലേക്ക് ഘടിപ്പിക്കുക. ആ ബോട്ടാണ് ഈ പേടകത്തെ ഷിപ്പിലേക്ക് അടുപ്പിക്കുക എന്നുകൂടി മനസ്സിലാക്കുക. ഒരു വെറ്റ് സ്യൂട്ട് ധരിച്ച ഈ റിക്കവറി ടീമാണ് അത് നടത്തുന്നതെന്നും ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. എന്താണ് ഇനിയുള്ള പ്രോസസ്സ് എന്ന് പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ കപ്പലിൽ എത്തിയ ശേഷം അപ്പോഴും ഈ ക്രൂ പുറത്തേക്ക് ഇറങ്ങില്ല. കപ്പലിലും ഈ പേടകം ഒരു ക്രെയിൻ ഉപയോഗിച്ച് പൊക്കി വെക്കുകയാണ് ചെയ്യുക. പിന്നീട് തീരത്തോട്ട് അടുപ്പിച്ച് അവിടുന്ന് ഫ്ലൈറ്റിൽ പ്രത്യേക വിമാനത്തിൽ ഈ ടീമിനെ ഹ്യൂസ്റ്റണിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അവിടെയുള്ള ഗവേഷണശാലയിൽ പ്രത്യേകം സജ്ജമാക്കിയ റൂമിൽ വെച്ച് മാത്രമായിരിക്കും ഈ പേടകം തുറന്ന് ഇവരെ പുറത്തെത്തിക്കുക എന്ന് മനസ്സിലാക്കുന്നു. ഇനി ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ പങ്കുവെക്കാനുണ്ട്. ഈ ക്യാപ്സ്യൂൾ പൂർണ്ണമായി റിക്കവർ ചെയ്ത് ഈ റിക്കവറി ഷിപ്പിലേക്ക് മാറ്റുന്ന ആ സമയത്ത് വേണമെങ്കിൽ ഇവർക്ക് ഈ ഹാച്ച് ഓപ്പൺ ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ വാതിൽ ഓപ്പൺ ചെയ്ത് ഇവരുമായി സംവദിക്കാം എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് നടക്കുമോ എന്ന കാര്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. അത്തരം കാര്യങ്ങൾ ചില ശാസ്ത്ര ഗവേഷകർ എക്സ് ഹാൻഡിലൊക്കെ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അത് അല്പസമയത്തിനകം നടക്കുമോ എന്ന കാര്യം നമുക്കറിയാം. അങ്ങനെയെങ്കിൽ അത് മറ്റൊരു കാഴ്ചയായി മാറും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശാസ്ത്രത്തിൽ എന്തായിരുന്നു നേരത്തെ പ്ലാൻ ചെയ്തത്, ആ പ്ലാൻ ചെയ്ത പ്രകാരം ഒരു മിഷൻ എങ്ങനെ സക്സസ്ഫുൾ ആക്കി മാറ്റാം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി ഈ ക്രൂ 9 ഡ്രാഗൺ പേടകത്തിന്റെ മടങ്ങിവരവ് മാറുന്നുണ്ട്. വിഷ്ണു എസ് വിജയൻ തുടരുന്നുണ്ട് എന്നോടൊപ്പം. വിഷ്ണു, നമ്മൾ കണ്ട കാഴ്ചകൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ വിസ്മയമാണ്. ശാസ്ത്രം വീണ്ടും വീണ്ടും അത് എത്രമാത്രം നമ്മൾ വിസ്മയിപ്പിക്കുന്നു എന്ന് തെളിയിക്കുന്ന കാഴ്ചകൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇനി നിമിഷങ്ങൾക്കകം, മിനിറ്റുകൾക്കകം ഈ പേടകത്തെ കെട്ടിവലിച്ച് കപ്പലിലേക്ക് മാറ്റും. പിന്നീട് ഹ്യൂസ്റ്റണിലേക്ക് ഈ പേടകത്തെ കൊണ്ടുപോവുകയും ചെയ്യും. തീർച്ചയായും പ്രജിൻ, കഴിഞ്ഞ 17 മണിക്കൂർ ലോകം കാത്തിരുന്നത് ഈ ഒരു വാർത്ത കാണാൻ വേണ്ടിയായിരുന്നു, ഈ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയായിരുന്നു, അതിമനോഹരമായ ഈ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയായിരുന്നു. 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം നാസയുടെ ബഹിരാകാശ യാത്രികയായ സുനിത വില്യംസും സംഘവും ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. സമുദ്രത്തിൽ സേഫായി ഇറങ്ങിയിരിക്കുന്നു. ഇനി മറ്റ് ആരോഗ്യ പരിശോധനകൾക്കും മറ്റുമുള്ള സമയമാണ്, അതിലേക്ക് കടക്കേണ്ടതുണ്ട്. ഫ്ലോറിഡ തീരത്തോട് ചേർന്ന കടലിലാണ് സംഘം സഞ്ചരിച്ച സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഇറങ്ങിയിരിക്കുന്നത്. ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നാസയും സ്പേസ് എക്സും എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ സന്തോഷം അറിയിക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു എർത്ത് നിക്, സുനി, ബുച്ച്, അലോക്സ് എന്നാണ് സ്പേസ് എക്സിൻ്റെ ട്വീറ്റ് വന്നിരിക്കുന്നത്. ആദ്യത്തെ ട്വീറ്റാണ്. ആ ട്വീറ്റ് തന്നെ നാസയും പങ്കുവച്ചിരിക്കുന്നു. നാസയും ഇവർക്ക് ഈ സംഘത്തിന് വെൽക്കം നേർന്നിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ശാസ്ത്ര രംഗത്തെ പ്രമുഖരായ പലരും ഈ പോസ്റ്റുകൾ, ആശംസാ പോസ്റ്റുകളൊക്കെ അറിയിക്കുന്നുണ്ട്. നാസ ഇനി, അതായത് പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ ആ സമയം ഒന്നുകൂടി വിശദീകരിക്കാം. 3:21 ഇന്ത്യൻ സമയം പുലർച്ചെ 3:21 ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പേടകം
പ്രവേശിച്ചത്. 3:24 പാരച്യൂട്ടുകൾ വിരിയുകയും 3:28 കൃത്യസമയത്ത് സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുകയും ചെയ്തു. 5 മിനിറ്റിനകം തന്നെ റിക്കവറി ടീം എത്തി ഇവരെ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയും ചെയ്തു. പ്രേക്ഷകർക്കിപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മനോഹരമായ ദൃശ്യങ്ങളാണ് 24-ലൂടെ ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന, ശാസ്ത്രലോകം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷങ്ങൾക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ശാസ്ത്രത്തിന് എന്തുമാത്രം വളർച്ചയെത്തിയിട്ടുണ്ട്. കൃത്യമായി ഒരു മിഷൻ പ്ലാൻ ചെയ്താൽ അത് എത്രമാത്രം കൃത്യതയോടെ നടപ്പാക്കാൻ നാസയ്ക്ക് സാധിക്കും എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവായി ഈ നിമിഷം അടയാളപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സ്പേസ് എക്സിൻ്റെ മികവുറ്റ സാങ്കേതിക പ്രവർത്തനത്തെ, സാങ്കേതിക ടീമിനെ, അവരുടെ ഒരു വലിയ സാങ്കേതിക സംവിധാനത്തെ എല്ലാം നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട്. സ്പേസ് എക്സിൻ്റെ കഴിവ്, അതുപോലെ തന്നെ നാസയുടെ വളരെ മികച്ച പ്രവർത്തനം, നിരീക്ഷണം. കടൽ ശാന്തമായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്തരീക്ഷത്തിൽ എല്ലാം സാവധാനത്തിൽ അവർ 4 പാരച്യൂട്ടുകൾ വിടർത്തി. 3:24 പാരച്യൂട്ടുകൾ വിടർത്തി അവർ കൃത്യമായി സമുദ്രത്തിൽ വളരെ സാവധാനത്തിൽ പേടകം ഇറക്കുകയായിരുന്നു. ഇനി തുടർന്നുള്ള ആരോഗ്യ പരിശോധനയുടെയും മറ്റ് പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ഈ ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി കരയിലേക്ക് മാറ്റുന്നതിനുള്ള സമയമാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജിൻ, യെസ്, ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരിക്കൽ കൂടി ആ സ്പ്ലാഷ് ഡൗൺ എങ്ങനെ സംഭവിച്ചു എന്ന മനോഹര ദൃശ്യം അത് പ്രേക്ഷകർക്ക് ഈ ഇടത് വിൻഡോയിൽ കാണാം. രണ്ട് ഘട്ടങ്ങളിലായി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്പസമയം മുൻപ് സംഭവിച്ചു എന്ന് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. കൃത്യസമയത്ത് ഉയർന്ന ഈ പാരച്യൂട്ടുകൾ, അത് മൂലമുണ്ടായ വേഗത്തിലുള്ള വ്യത്യാസം, അത് പിന്നീട് താഴേക്ക് വളരെ സാവധാനം പതിച്ച് സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുന്ന ഘട്ടം, ഇതെല്ലാം വളരെ മനോഹരമായി ക്യാമറയിൽ പകർത്തപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ മറുഭാഗത്ത് വലതുഭാഗത്തെ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ഈ നേരത്തെ ഉറപ്പിച്ച ചങ്ങല ഉപയോഗിച്ചുകൊണ്ട്, റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ ബോട്ടിലേക്ക് ഇതിനെ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ബോട്ടാണ് ഇനി ഇതിനെ ഷിപ്പിലേക്ക് വലിച്ചു കൊണ്ടുപോവുക. അപ്പോഴും ഈ പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ഈ പറയുന്ന സുനിതയാണെങ്കിലും ബുച്ച് വിൽമോർ ആണെങ്കിലും അല്ലെങ്കിൽ നിഖേഗ് ആണെങ്കിലും ഗുർബനവ് ആണെങ്കിലും ഇവർ ഭൂമിയിലേക്ക് കാൽ തൊട്ടിട്ടില്ല. അപ്പോൾ ഇവരുടെ ആദ്യ സ്റ്റെപ്പ് എന്തായിരിക്കും? ഭൂമിയിലേക്ക് ഇവർ കാലെടുത്ത് വെക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ പറയും ഇവർ വീണുപോകും, അല്ലെങ്കിൽ ഇവർ ഒന്ന് പതറിപ്പോവും. എന്തുണ്ടായിരിക്കും? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറേ മാസക്കാലമായി സീറോ ഗ്രാവിറ്റിയിൽ ഭാരമറിയാതെ താമസിച്ചു വന്നവരാണിവർ. പ്രത്യേകിച്ചും സുനിതയും ബുച്ച് വിൽമോറും 9 മാസം ഭാരമറിയാതെ ഇങ്ങനെ ഫ്ലോട്ടിംഗ് സ്റ്റേജിലായിരുന്നു എന്ന് പറയാം. സ്വാഭാവികമായിട്ടും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവുമായി ഇവരുടെ ശരീരം ബാലൻസ് ചെയ്യപ്പെടണമെങ്കിൽ അതിന് സമയമെടുക്കും. ആ സമയമെടുക്കുന്ന ഒരുപക്ഷെ 2-3 ദിവസമാകാം, അല്ലെങ്കിൽ ആഴ്ചകളാകാം. പൂർണ്ണമായ ഒരു ബാലൻസിങ്ങിലേക്ക് വരാൻ അത്രയും സമയമെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ സ്റ്റെപ്പ് സ്വാഭാവികമായിട്ടും അത് അവർക്ക് ബാലൻസിങ്ങിൻ്റെ ആയിരിക്കില്ല. ഒരു സമനില തെറ്റി അവർ താഴേക്ക് വീഴാൻ പോയേക്കാം. ഇതൊക്കെയാണ് ആദ്യ സ്റ്റെപ്പ് വെക്കുമ്പോൾ സംഭവിക്കുക എന്ന കാര്യം ഉറപ്പാണ്. പിന്നീട് ബാലൻസിംഗ് ഒക്കെ വീണ്ടെടുത്ത് അവർക്ക് പതിയെ അവരുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യം നേരത്തെ പറഞ്ഞു, ഷിപ്പിലേക്ക് ഇതിനെ മാറ്റാനുള്ള ശ്രമമാണ്. കുറച്ചുകൂടി അടുത്തേക്ക് അതിനെ കെട്ടിവലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയാണ് ഷിപ്പിലേക്ക് ഇതിനെ മാറ്റുക. അതിനായുള്ള സ്പെഷ്യൽ ക്രെയിനുകൾ അവിടെ റെഡിയാണ്. റോപ്പും ക്രെയിനും ഉപയോഗിച്ചാണ് അതിനെ മാറ്റുക. അതിനായി ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സ്പെഷ്യൽ ടീമുണ്ട്. ആ ടീം അതിനെ ഉപയോഗിച്ച് മാറ്റുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റുകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അല്പസമയം മുൻപ് സംഭവിച്ചതാണ്. 2 മിനിറ്റ് മുമ്പ് ഇപ്പോൾ ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. എ പോഡ് ഓഫ് ക്യൂരിയസ് ഡോൾഫിൻസ് ഈസ് സ്വിമ്മിങ് അറൌണ്ട് ദി സ്പേസ് ക്രാഫ്റ്റ് ബിഫോർ ഇറ്റ് ഗെറ്റ്സ് പുൾഡ് ഔട്ട് ഓഫ് ദി ഓഷ്യൻ എന്ന് ഒരു ഭംഗി നിറഞ്ഞ ചില കാര്യങ്ങൾ എക്സ് ഹാൻഡിൽ കുറിക്കുന്നുണ്ട്. അതാര് എന്താണ് എന്നുള്ളത് അല്പസമയത്തിനകം മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ദോസ് ഡോൾഫിൻസ് ആർ നോട്ട് പെർഫോമിംഗ് സോ ലോങ് ആൻഡ് താങ്ക്സ് ഫോർ ഓൾ ദ ഫിഷ് എന്ന് പറയുന്ന ഒരു പാട്ട് അത് പാടുകയാണോ എന്ന് തോന്നുന്നു. ഇതിപ്പോൾ നോക്കുക, അതിനെ ക്രെയിൻ ഉപയോഗിച്ച് ആ പേടകത്തെ ഉയർത്തി ഈ ഷിപ്പിലേക്ക്, അതിനെ എനിക്ക് തോന്നുന്നൊരു പുള്ളിംഗ് ഷിപ്പാണത്, അതിലേക്ക് മാറ്റുകയാണ്. സ്പെഷ്യൽ സ്പേസ് എക്സിൻ്റെ ഒരു റിക്കവറി ഷിപ്പാണ് അത്. ഇതിനായി ഡിസൈൻ ചെയ്തതാണ്. അതിന് കൃത്യമായി എവിടെയാണോ ആ പേടകത്തെ വലിച്ചെത്തിക്കേണ്ടത് ആ ഇടത്തേക്ക് അതിനെ കൊണ്ടുവരികയാണ്.
ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നമുക്ക് ആ സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള വിഷ്വൽസ് നാസ ലഭ്യമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ചുകൂടി അടുത്ത് നമുക്കതിൻ്റെ അതിൻ്റെ കീഴ്ഭാഗം കൂടി കാണാം. ഇതിനകത്തുണ്ട് നമ്മുടെ ടീം 4 പേരടങ്ങുന്ന വളരെ വളരെ രസകരമായ അല്ലെങ്കിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളുടെ ഒരു നിര തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ക്ലോസ് വിഷ്വലിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ കാണുന്നത് പോലെ ആ പേടകത്തെ ഉയർത്തി കൃത്യമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുക. അതിനായി യന്ത്ര സംവിധാനങ്ങൾ, ഇതൊരു സ്പെഷ്യൽ ക്രെയിനാണ്. അതിനായി സ്പേസ് എക്സ് ഡിസൈൻ ചെയ്ത സ്പെഷ്യൽ ക്രെയിൻ, സ്പേസ് എക്സിൻ്റെയൊക്കെ ഒരു ശാസ്ത്ര പുരോഗതി, അവരുടെ ശാസ്ത്ര മികവ് എന്താണ് എന്ന് വെളിവാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ഈ പേടകത്തെ വലിച്ചു കൊണ്ടുപോകുന്നു. അതിനുശേഷം അതിനൊരു പ്രത്യേക യന്ത്ര സംവിധാനം വഴി ഉയർത്തി നമ്മൾ അതിനെ എത്രമാത്രം ഭാരമുള്ളതാണെന്ന് കൂടി അറിയുക. അതിനെ ഉയർത്തി ഇപ്പോൾ ഈ ഡ്രാഗൺ പേടകത്തെ ഈ ഷിപ്പിനകത്തേക്ക് കയറിത്തിരിക്കുകയാണ്. ഡ്രാഗൺ റിക്കവറി വെസൽ എന്നാണ് അതിനെ നാസ കൃത്യമായി ഡിനോട്ട് ചെയ്യുന്നത്. ആ രീതിയിൽ റിക്കവറി വെസലിലേക്ക് ഇതാ ഇപ്പോൾ എത്തിക്കുകയാണ്. മറ്റൊരു ആംഗിളിൽ നിന്നുള്ള ദൃശ്യം കൂടി പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തുന്നു. വളരെ സുന്ദരമായ കാഴ്ചകൾ ഒന്നിനു പിറകെ ഒന്നായി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. The capsule has been hoisted out of the water and placed on the recovery ship എന്നാണ് അതിനെ ശാസ്ത്ര ലേഖകർ നോട്ട് ചെയ്യപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ച തന്നെയാണ് അതിനെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട്, യന്ത്ര സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ജലത്തിൽ നിന്നും ഉയർത്തി, കടലിൽ നിന്നും ഉയർത്തി അതിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയാണ്. ഇപ്പോഴും ഈ 4 പേർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ആ രീതിയിൽ അടുത്ത ഘട്ടം അവർക്ക് ഇനി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് തന്നെ അവർക്ക് ഈ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണെന്നുള്ളത്, ഈ ഭൂഗുരുത്വാകർഷണം എന്താണെന്നുള്ളത് അനുഭവീയമായിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ക്രൂവിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന മൊഡ്യൂളിനകത്ത്, ഇതിനെ ക്യാപ്സ്യൂൾ എന്ന് വിളിക്കാം അല്ലെങ്കിൽ ക്രൂ മൊഡ്യൂൾ എന്ന് വിളിക്കാം. ഈ ക്രൂ മൊഡ്യൂളിനകത്തൊക്കെയുള്ള അതിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു ക്രമീകരണം ഒരുപക്ഷെ ഇവരുടെ സ്പേസ് സ്റ്റേഷനകത്ത് എന്തായിരുന്നു, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനകത്ത് എന്തായിരുന്നു, ഏതാണ്ട് അതുമായി താരതമ്യം ചെയ്യുന്നത് ആ രീതിയിലുള്ള തന്നെ ആയിരിക്കും. പക്ഷേ എങ്കിൽ കൂടി ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഇപ്പോൾ മുതൽ ഇവർക്ക് ചെറിയ രീതിയിലെങ്കിലും അനുഭവവേദ്യമായി തുടങ്ങിയിട്ടുണ്ടാകും. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വായിച്ചെടുത്തോളം ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതാണ്. അടുത്ത ഘട്ടത്തിൽ ഈ വെസലിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുവരും. അത് ആ സമയത്ത് അവർ ഏത് നിലയിലാണ് പുറത്തേക്ക് അവരുടെ ഫസ്റ്റ് ഫുഡ് സ്റ്റെപ്സ് വെക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതൊക്കെ കാത്തിരുന്ന് നമുക്ക് കാണേണ്ടതാണ്. അതിനൊക്കെ കൃത്യമായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞ ശേഷം മാത്രമേ ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഈ മിനിറ്റുകളിൽ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഈ ക്യാപ്സ്യൂളിനെ, ക്രൂ മൊഡ്യൂളിനെ കടലിൽ നിന്നും ഉയർത്തി ഒരു യന്ത്ര സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ റിക്കവറി വെസലിലേക്ക് ഇതിനെ മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്പസമയം മുൻപ് അവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ചില ആൾക്കാർ, ചില ശാസ്ത്ര ലേഖകർ അതിനെ വിശേഷിപ്പിക്കുന്നതാണോ അല്ല അവിടെ കണ്ടതുകൊണ്ടാണ് ഡോൾഫിൻസ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് അല്പസമയത്തിനൊക്കെ മനസ്സിലാക്കാൻ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ മനസ്സിലാവും. എന്തായാലും ഇനിയുള്ള നിമിഷങ്ങൾ അത് പ്രധാനപ്പെട്ടതാണ്. ഇവർ ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ. തിരികെ ഭൂമിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ഫുഡ് സ്റ്റെപ്പ് ഓൺ ദി എർത്ത് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിനായുള്ള കാത്തിരിപ്പാണ്. അത് എങ്ങനെയായിരിക്കും എന്ന് കൗതുകത്തോടുകൂടി പലരും ചോദിക്കുന്നുണ്ട്. അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായാലും പരാജയമായിരിക്കും. കാരണം അവർക്ക് ബാലൻസ് തെറ്റി അവർ വീണു പോയേക്കാം, അല്ലെങ്കിൽ അവർക്ക് ബാലൻസ് തെറ്റുന്ന കാര്യം ഉറപ്പാണ്. അതിനൊക്കെ സമയമെടുക്കും. അതിലൂടെയൊക്കെ അവർ കടന്നു പോകും. ഇവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്. അതിലെടുത്തു പറയേണ്ട 2 പേരുകൾ, അല്ലെങ്കിൽ നമ്മൾ അഭിമാനത്തോടെ പറയേണ്ട ഒരൊറ്റ പേര്, അത് സുനിത വില്യംസ്. 63 മണിക്കൂറും 20 മിനിറ്റും ബഹിരാകാശം നടത്തി ഏറ്റവും കൂടുതൽ ബഹിരാകാശം നടന്ന വനിത എന്ന, അല്ലെങ്കിൽ ആസ്ട്രോനറ്റ് എന്ന ബഹുമതി കൂടിയാണ് സുനിത വില്യംസ് ഭൂമിയിലേക്ക് തിരികെ. സരുൺ തുടരുന്നുണ്ട്. സരുണെ, നമ്മൾ കാണുന്നതെല്ലാം വിസ്മയ കാഴ്ചകളാണ്. മുൻപെങ്ങും നമ്മൾ ഇത്രമാത്രം കൃത്യതയോടുകൂടി ഈ ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. സുനിത വില്യംസ് ഭൂമിയിലേക്ക് തിരികെ എത്തുന്ന നിമിഷമായതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മൾ കാണുമ്പോൾ നമ്മൾ വിസ്മയിച്ചു പോവുകയാണ്. ശാസ്ത്രത്തിൻ്റെ ഈ മികവും, ശാസ്ത്രത്തിൻ്റെ ഈ കൃത്യതയും, ശാസ്ത്രത്തിൻ്റെ ഈ പുരോഗതിയും കണ്ട് നമ്മൾ അന്താളിച്ച് അമ്പരന്ന് നിൽക്കുകയാണ്.
പ്രജിൻ, എത്ര ലളിതമായിട്ടാണ് ശാസ്ത്രലോകം ഇക്കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന അത്ഭുതമാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മൾ അതിസങ്കീർണമെന്ന് തോന്നിപ്പിക്കുന്ന നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ ഒരു മിഷൻ അത് എത്ര ലളിതമായാണ് ശാസ്ത്രലോകം കൈകാര്യം ചെയ്യുന്നതെന്ന അത്ഭുതമാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കടലിൽ വന്ന് പതിക്കുന്ന ഈ പേടകത്തെ എത്ര ലളിതമായി ഒരു ബോട്ട് കൊണ്ട് അത് കരയ്ക്കടുപ്പിച്ച് മറ്റൊരു ഈ റിക്കവറി ഷിപ്പിലേക്ക് മാറ്റുന്നു. അല്പസമയത്തിനകം തന്നെ ഈ 4 പേരെയും, ഈ പേടകത്തിലുള്ള 4 പേരെയും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ നാസയുടെ പബ്ലിക് അഫയേഴ്സ് വിഭാഗം പറയുന്നത്. അതുപോലെ തന്നെ ഈ നേരത്തെ പ്രജിൻ സൂചിപ്പിച്ച പോലെ ഈ പേടകം ഈ റിക്കവറി ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ചുറ്റും ഡോൾഫിനുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഇത് ആലങ്കാരികമായിട്ടാണെങ്കിൽ നമുക്കത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ സമയത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ ഈ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്കായിരിക്കും ഈ 4 പേരെയും മാറ്റുക. ഭൂമിയിലെ ജീവിതം, അതുപോലെ തന്നെ ഈ ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലെത്തിയതിനു ശേഷം ഇവിടുത്തെ ജീവിതം വീണ്ടും തുടങ്ങാൻ സഹായിക്കുന്ന തരത്തിലുള്ള സഹായങ്ങൾ, അവർക്ക് മെഡിക്കൽ സഹായങ്ങളടക്കം അവർക്ക് നൽകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കഴിഞ്ഞു. ഏതാനും ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ അവർ അവിടെ താമസിക്കും. ഇപ്പോൾ ഈ മിഷൻ സക്സസ് ആയതിനു ശേഷം ഈ മിഷൻ കൺട്രോൾ റൂമിൽ നിന്ന് ഇവരോട് സംസാരിച്ചത് എന്തെന്നും അതുപോലെ തന്നെ അവരുടെ മറുപടിയും ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വെൽക്കം ഹോം എന്നാണ് ഈ മിഷൻ കൺട്രോളിൽ നിന്ന് ഈ 4 പേരോടും പറഞ്ഞത്. അപ്പോൾ വാട്ട് എ റൈഡ്, ഐ സി എ ക്യാപ്സ്യൂൾ ഫുൾ ഓഫ് ഗ്രിൻസ് ഇയർ ടു ഇയർ എന്ന മറുപടിയാണ് നിക് ഹേഗ് ഇവർക്ക് നൽകിയത്, മിഷൻ കൺട്രോൾ റൂമിലേക്ക് നൽകിയത്. ഇത്തരത്തിലുള്ള വളരെ സന്തോഷകരമായൊരു നിമിഷമായിരുന്നു ഈ സ്പ്ലാഷ് ഡൗൺ നടന്ന സമയം, ദൗത്യം വിജയകരമായി നടന്ന സമയത്ത്. ഈ 4 പേരെയും അല്പസമയത്തിനകം തന്നെ നേരിട്ട് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് നാസ ടീം ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഈ ഹൂസ്റ്റണിലെ ഈ ജോൺസൺ സ്പേസ് സെന്ററിലേക്കായിരിക്കും ഇവരെ ഈ 4 പേരെയും മാറ്റുക എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പ്രജിത്ത്, സരുണാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു കൃത്യമായ പ്ലാറ്റ്ഫോമിലേക്ക് ഈ പേടകത്തെ ഫിക്സ് ചെയ്യുകയാണ്. കാരണം അതിനെ ഷിപ്പിലാണ് അത് മാറ്റുന്നത്, ഷിപ്പിലാണ് അത് കരയിലേക്ക് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അതിനകത്ത് ഷേക്കിംഗ് ഉണ്ടാവാൻ പാടില്ല, അത് തിരികെ വീണ് പോകാൻ പാടില്ല കടലിലേക്ക് എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് അവിടെ ഘടിപ്പിക്കേണ്ടതുണ്ട്, ഉറപ്പിക്കേണ്ടതുണ്ട് ഫേമായിട്ട് തന്നെ. ആ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി ഈ പ്രോസസ്സുകൾ പൂർത്തിയാക്കിയായിരിക്കും ഈ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. ആ സമയത്ത് ഈ കാത്തിരിപ്പിങ്ങനെ നീളുമ്പോഴാണ് നമ്മളിങ്ങനെ നമ്മുടെ ഉദ്വേഗവും അതിങ്ങനെ കൂടുകയാണ്. ആശങ്കകളില്ല, ഇനി പ്രതിസന്ധികളില്ല, ഇനിയിപ്പോൾ നമുക്കിവരെ നേരിൽ എപ്പോഴാണ് കാണുക എന്നതാണ്. നാസ എന്തായാലും ഒരു പ്രസ് കോൺഫറൻസ് പറയുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ സമയം അല്പസമയത്തിനകം അത് ലഭ്യമാകും. പക്ഷേ ആ പ്രസ് കോൺഫറൻസിൽ ഈ 4 പേരും എന്തായാലും ഇന്നത്തെ കോൺഫറൻസിൽ പങ്കെടുക്കില്ല എന്നറിയുന്നു. കാരണം അത് പങ്കെടുക്കാൻ കഴിയില്ല. റിക്കവറൊക്കെ ചെയ്ത് വന്ന ശേഷം മാത്രമായിരിക്കും അവർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുക. അതല്ലാതെ ഈ മിഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച മിഷൻ ഡയറക്ടറും ഒക്കെ അടങ്ങുന്ന ഒരു ടീം ഈ പ്രസ് കോൺഫറൻസ് നടത്തി എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ, സംശയങ്ങളെല്ലാം ദൂരീകരിക്കും. സംശയങ്ങൾക്കിടയില്ല എങ്കിലും എന്താണ് ഇനി എപ്പോഴായിരിക്കും സുനിത വില്യംസിനും ബുഷ് വിൽമോറിനും ഒക്കെ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയുക, അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്, ഇന്നത്തെ ഈ സ്പ്ലാഷ് ഡൗണിനെ എങ്ങനെയാണ് വിവരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആ പ്രസ് കോൺഫറൻസിൽ ഇതിൻ്റെ അധികൃതർ വ്യക്തമാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഫേമായിട്ടത് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അതിനെ കെട്ടിവലിച്ച റോപ്പുകൾ ഇനി വിടുവിക്കാം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഫേമായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞ ആ ഒരു ഘട്ടം അത് പൂർത്തിയായി കഴിഞ്ഞാൽ മെല്ലെ ഷിപ്പ് നീങ്ങിത്തുടങ്ങും. ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം നോക്കുക 4:03 ഏതാണ്ട് അരമണിക്കൂർ സമയമെടുത്ത് ഈ പ്രോസസ്സെല്ലാം പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ അതിനും ഒരു ഹാറ്റ്സ് ഓഫ്. കാരണം ഇതൊക്കെ എന്താണ് പറയുക, വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എങ്കിൽ കൂടി കൃത്യസമയത്ത് അവിടെ എത്തുന്നു, റിക്കവറി ടീം എത്തുന്നു, റിക്കവർ ചെയ്യുന്നു, അതിനെ പൊക്കിയെടുക്കുന്നു. ഇതെല്ലാം ഒന്നിനു പിറകെ ഒന്നായി അവിടെ നടത്തുകയാണ്. അനുഭവമുള്ള ആൾക്കാരായിരിക്കാം, നേരത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കാം, എങ്കിൽ കൂടി വളരെ ഈസി ആയിട്ടാണ് ഈ പ്രൊസീജിയർസ് എല്ലാം ഇവർ പൂർത്തിയാക്കിയത് എന്നുള്ളത് നമുക്ക് ഒരു വിസ്മയം തന്നെയാണ്. അങ്ങനെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ കാഴ്ചകളെല്ലാം ഒരു ശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ എന്നെ, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിനെയും സരുണിനെയും, അല്ലെങ്കിൽ ഈ പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ സ്ക്രീനിലൂടെ ഇത് കാണുന്നുണ്ട്, ഇവർക്കെല്ലാം ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്. വിസ്മയം അത് ഏറിയേറി വരുന്നു. ഓരോ ഘട്ടവും ഇങ്ങനെ പൂർത്തിയാകുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ നേരിട്ട് ഇവരെ ഒന്ന് ഈ സ്ക്രീന് മുന്നിൽ കാണണം. ഭൂമിയിലെത്തിയിട്ട് നമ്മൾ ഇത്ര നാൾ കണ്ടത് അവിടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നാണ് സുനിതയെയും
സുനിതയുടെ വർത്തമാനം കേട്ടതും സുനിതയുടെ പ്രസംഗം കേട്ടതും സുനിത അവിടെ എക്സസൈസ് ചെയ്യുന്നത് കണ്ടതും സുനിത മറ്റുള്ളവർ ടീസ് ചെയ്യുന്നത് കണ്ടതും പാട്ടുപാടുന്നത് കണ്ടതും അവിടെ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അതിലെ ആ പേടകത്തിനെ പൈപ്പിൽ വെള്ളം ചീറ്റിച്ച് അതിനെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അതിൻ്റെ പുറംപാളിയിലുള്ള മാലിന്യങ്ങൾ നീക്കുകയാണ്. നേരത്തെ ശക്തമായ ഹീറ്റ് ഉണ്ടായ സമയത്ത് സംഭവിച്ച അതിലെ കളർ ഫീഡിങ് അതൊക്കെ ഒന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ്. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പോൾ ഉപയോഗിച്ച് കഴുകുന്നത് ആ ക്രൂവിനെ പുറം ലോകം കാണാനുള്ള അത് തന്നെയാണ് ആ ഗ്ലാസ് വിൻഡോ അവിടെയുള്ള മാലിന്യങ്ങളൊക്കെ നീക്കുകയാണ്. അവിടുത്തെ മാലിന്യങ്ങൾ നീക്കിയാൽ മാത്രമാണ് പുറത്തെന്ത് നടക്കുന്നു എന്ന് അകത്തുള്ളവർക്ക് കാണാൻ കഴിയുക. അല്പസമയത്തിനകം നമുക്കത് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമുക്കൊപ്പം 24 എഡിറ്റർ ഇൻ ചാർജ് PP ജെയിംസ് കൂടി ചേരുന്നുണ്ട് ന്യൂയോർക്കിൽ നിന്നും. PP ജെയിംസ്, ഒരു സുന്ദര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മളെല്ലാവരും. താങ്കളിപ്പോൾ ഉള്ളത് ന്യൂയോർക്കിലാണ്. അവിടെയൊക്കെ ഇതിൻ്റെ ഒരു പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ അവിടുത്തെ ഫീൽ എന്താണ്? ഫ്ലോറിഡയിലാണ് ഇപ്പോൾ ഈ പേടകം എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ നിന്നും ഹ്യൂസ്റ്റണിലേക്ക് ഇതിനെ മാറ്റാൻ പോവുകയാണ്. പ്രജിൻ, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 9 മാസമായി ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് താല്പര്യമുണ്ട്, ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ്, ബുച്ച് വിൽമോർ രണ്ടുപേരെയും തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. കൂടെ 2 പേരും കൂടി ഉണ്ട്. എന്തായാലും ഇതൊരു ചരിത്ര നിമിഷമാണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി 1969 മുതൽ ബഹിരാകാശത്തും ചന്ദ്രനിലൊക്കെ നടക്കുന്ന മനുഷ്യൻ പോകുന്ന സംഭവങ്ങൾ വളരെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. നേരത്തെ കൊളംബിയ പൊട്ടിത്തകർന്ന സംഭവമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വലിയ ആകാംക്ഷയോടെയാണ്, മുൾമുനയിൽ നിന്നുകൊണ്ടാണ് ലോകം ഈ ചരിത്ര മുഹൂർത്തത്തെ കണ്ടത്. എന്തായാലും അമേരിക്കൻ ജനങ്ങളൊക്കെ വലിയ ആവേശത്തോടെയാണ് ഈ ഒരു വരവേറ്റതായിട്ട് കാണുന്നത്. കാരണം സുനിത വില്യംസ് 8 ദിവസത്തേക്ക് പോയി ബുച്ച് വിൽമോറിനോടൊപ്പം 9 മാസം അവിടെ കുടുങ്ങിക്കിടന്നു. തിരിച്ചു വരുമോ ഇല്ലയോ, അവരുടെ ആരോഗ്യനില, ഓരോ അവസരങ്ങൾ വരുമ്പോഴും സ്വാതന്ത്ര്യ ദിനത്തിലും ഇതിലൊക്കെ അവരവിടെ നിന്ന് കാര്യങ്ങൾ പറയുന്നു. എന്ന് മാത്രമല്ല, അവർക്കൊരു ഷിഫ്റ്റ് ഡ്യൂട്ടി ഇട്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അവർ 9 മാസമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരാൻ സാധിക്കാത്ത അവസ്ഥ. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനറിലാണ് അങ്ങോട്ട് പോയത്. സ്റ്റാർ ലൈനറിന്റെ ഹീലിയം ലീക്ക് വന്നു, പ്രഷറിൽ വേരിയേഷൻ ഉണ്ടായി. അങ്ങനെയാണ് അവർക്ക് തിരിച്ചു വരാൻ പറ്റാതിരുന്നത്. അവസാനം സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ അവർ തിരിച്ചെത്തിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ക്രൂ 10 മിഷൻ അങ്ങോട്ട് പോയത്. എന്തായാലും നാസയും എലോൺ മസ്കിന്റെ ക്രൂ മറ്റേ ഡ്രാഗൺ റോക്കറ്റ് ചേർന്ന് പേടകത്തെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഫ്ലോറിഡയുടെ കോസ്റ്റിൽ ഇറങ്ങിയിരിക്കുകയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ, കരയിലെത്തിക്കാൻ കപ്പലുകൾ അതിന്റെ അടുത്തെത്തിയിരിക്കുന്നു. ഈ തരത്തിൽ വലിയ ഉദ്വേഗജനകമായ വാർത്തകളാണ് ഇവിടെ അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കക്കാർക്ക് എന്തായാലും ഈ ശാസ്ത്ര നേട്ടത്തിൽ വലിയ അഭിമാനമാണ്. നമ്മൾ സംസാരിച്ചവരൊക്കെ പറയുന്നത്. ഞാനിപ്പോ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ പോയിരുന്നു. അവിടുത്തെ ഐലൻഡിൽ വെച്ച് ഇത് സംബന്ധിച്ചുള്ള വാർത്തകളെ കുറിച്ച് ഒരുപാട് 100 കണക്കിന് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു. കാരണം അവരൊക്കെ തങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള തത്സമയ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാണാൻ കഴിയുമായിരുന്നു. എന്തായാലും ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ വംശജ ആയതുകൊണ്ട് കൂടി നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിലും അവര് ഇന്ത്യക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ ഈ ഒരു വലിയ ചരിത്ര മുഹൂർത്തം തന്നെയാണിത്. ശാസ്ത്ര രംഗത്ത്, ബഹിരാകാശ രംഗത്ത് പ്രജിൻ, ഇത് ഒരുപക്ഷെ ചരിത്രത്തിൽ രേഖപ്പെടുന്ന ഒരു നിമിഷമായിട്ട് ഈ മുഹൂർത്തങ്ങൾ മാറും. പ്രജിൻ, ന്യൂയോർക്കിൽ നിന്ന് ന്യൂയോർക്കിൽ നിന്ന് PP ജെയിംസ് ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എല്ലാവരും ചോദിക്കുന്നു, ഇതിനകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ എപ്പോൾ കാണാൻ കഴിയും? നമുക്ക് എപ്പോഴാണ് സുനിത വില്യംസിനെ ക്യാമറയ്ക്ക് മുന്നിൽ കാണാൻ കഴിയുക എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. അല്പസമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ വെസലിന്റെ ഈ സൈഡ് ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ദൃശ്യമാണ്. ഈ വെസലിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ പേടകത്തിന്റെ സൈഡ് ഡോറാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നകത്തേക്ക് ഈ ക്രൂ മെമ്പേഴ്സിൽ അല്ലെങ്കിൽ ഈ റിക്കവറി ടീമിൽ നിന്നുള്ള എക്സ്പേർട്സ് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയെങ്കിൽ ഈ ക്രൂ മെമ്പേഴ്സിനെ
ഓരോരാളെയായി ഈ വെസലിലേക്ക് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ കാഴ്ച കൂടി അത് മറ്റൊരു ശാസ്ത്ര വിസ്മയമാകും നമുക്ക് മുന്നിൽ. അത് ഒരു സ്വാഭാവിക പ്രോസസ്സാണ് നാസ ടീമിനെങ്കിൽ നമുക്ക് അത് ഏറ്റവും കൗതുകമുള്ള കാഴ്ചയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാത്തിരിപ്പിലാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ സുനിത ആൻഡ് ബുഷ് വിൽമോർ. ആരായിരിക്കും ആദ്യം പുറത്തിറങ്ങാൻ നോക്കാം. എനിക്ക് തോന്നുന്നു മേ ബി അത് നിക് ഹേഗ് ആയിരിക്കാം. ഈ കമാൻഡർ എന്ന നിലയിൽ അദ്ദേഹമായിരിക്കും ആദ്യം പുറത്തിറങ്ങുക. എന്തായാലും ഒരു എക്സ്പേർട്ട്, ഈ റിക്കവറി ടീമിലെ ഒരു എക്സ്പേർട്ട് ഈ വാഹനത്തിനകത്തേക്ക്, ഈ പേടകത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവർക്കായി താഴേക്ക് ഇറങ്ങാനുള്ള ഒരു ലാഡർ, ഒരു സ്പെഷ്യൽ ലാഡർ കൂടി, ഒരു ഏണി കൂടി അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുവഴിയായിരിക്കും ഈ ടീം ഓരോന്നോരോന്നായി പുറത്തേക്ക് ഇറങ്ങുക. വെസലിലേക്ക് വരുമ്പോഴുള്ള ആദ്യ ഫുഡ് സ്റ്റെപ്പ് എന്താണ് എന്ന് നേരത്തെ പലരും ചോദിക്കുന്നു. ആരായിരിക്കും ആദ്യം കാല് വെച്ച് പുറത്തേക്ക് വരിക, അവർ വീണു പോകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അത്തരം കൗതുക ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതാ മിനിറ്റുകൾക്കകം നമുക്ക് ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്ര എക്സ്പേർട്ട് ആയിട്ടാണ് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ആണ് ഇവരുടെ പക്കൽ നമുക്ക് കാണാൻ കഴിയുന്നത് നോക്കുക. വളരെ 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 പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നു. ഘട്ടം ഘട്ടമായി ആ പ്രക്രിയയെല്ലാം പൂർത്തിയാകുന്നു. അങ്ങനെ ഒരു പ്രൊഫഷണൽ മാനറിലാണ് നാസയുടെയും സ്പേസ് എക്സിന്റെയും ടീം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സമയം നോക്കുക, 1 മണിക്കൂർ പോലും ആയിട്ടില്ല. ആ സമയത്ത് തന്നെ ഈ ടീമിനെ റിക്കവർ ചെയ്ത് വെസലിലേക്ക് മാറ്റി അതിൽ നിന്നും ഈ ഓരോ അംഗത്തെയും പുറത്തേക്കെടുക്കാനുള്ള ശ്രമങ്ങൾ അവർ നടക്കുകയാണ്. ഈ പേടകത്തിന്റെ സൈഡ് ലീഡാണ് തുറന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഡോക്കിങ്ങിൻ്റെയൊക്കെ സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഡോറാണ് തുടങ്ങുക. ഹാച്ച് എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ നടന്നത് ആ സമയത്താണ്. ഹാച്ച് ഓപ്പണിംഗ്, ഹാച്ച് ക്ലോഷർ ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിന് പകരം സൈഡ് ഡോറാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. അതുവഴിയാണ് ഈ പേടകത്തിൽ നിന്നും ഓരോരുത്തരും പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. ആദ്യം ഇറങ്ങുന്നത് ആരായിരിക്കും? ഒരു ചോദ്യമാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നു. ആദ്യം ഇറങ്ങുക ആരായിരിക്കും? പ്രേക്ഷകർക്ക് പറയാമെങ്കിൽ ഇപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 8500ഓളം ആൾക്കാർ യൂട്യൂബിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ പലരും TV-യിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പറയാം ആരായിരിക്കും ആദ്യം പുറത്തേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാൻ നമുക്ക് നോക്കാം. ആരായിരിക്കും ആദ്യം ഇറങ്ങുക? അത് സുനിത വില്യംസ് ആവട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാം. ആദ്യ ഫുഡ് സ്റ്റെപ്പ് അതാരായിരിക്കും, അതെങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിയാൻ കൗതുകമുണ്ട്. ആ കൗതുക കാഴ്ച, ആ വിസ്മയ കാഴ്ച അല്പ നിമിഷങ്ങൾക്കകം ഉണ്ടാകും. 286 ദിവസം തുടർച്ചയായി അവിടെ വാസം പൂർത്തിയാക്കി, ബഹിരാകാശ വാസം പൂർത്തിയാക്കി തിരികെ ഭൂമിയിലേക്ക് മടങ്ങിയ ബുച്ച് വിൽമോറും സുനിത വില്യംസും അടങ്ങുന്ന ടീം, ഒപ്പം ഇതിന്റെ കമാൻഡറായി പ്രവർത്തിച്ച നിക് ഹേഗ്. യെസ്, ദ ഫസ്റ്റ് വിഷ്വൽ, അകത്തുനിന്നുള്ള ഫസ്റ്റ് വിഷ്വൽ. എല്ലാവരോടും കൈ ഉയർത്തി ടാറ്റ പറയുന്നു നമ്മുടെ ടീം. അതിൽ സുനിത വില്യംസിനെ കാണാം. യെസ്, ആദ്യ വിഷ്വലാണ്. പേടകത്തിനകത്തുള്ള ഫസ്റ്റ് വിഷ്വൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ പുറത്തേക്ക് അവർ ഇറങ്ങാൻ ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനായി കുറച്ചു സമയം കൂടി കാത്തിരിക്കണം. ഇപ്പോൾ എക്സ്പേർട്സ് എല്ലാം, പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ അകത്തേക്ക് പോയി അവരുമായി സംവദിക്കുന്നുണ്ട്, നേരിൽ സംവദിക്കുന്നുണ്ട്. അവരുടെ ഈ പറയുന്ന ബാലൻസിങ് ഇഷ്യൂസ്, ഗ്രാവിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞായിരിക്കും അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ദൃശ്യം നമുക്ക് ഒന്നുകൂടി കാണിക്കാനുള്ള കാണിക്കാം എങ്കിൽ അത് പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് അവരെ ഭൂമിയിലെത്തിയ ശേഷം കാണുന്ന ഒരു ഫ്രെയിമായിരുന്നു അത്. 4 പേരും ചിരിച്ചുകൊണ്ട് ക്യാമറയിൽ കൈവീശുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ സ്വാഭാവിക പ്രോസസ്സാണ്. പക്ഷേ വാർത്തയിൽ ഇടം പിടിച്ചതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യമേറെയുണ്ട്. ആ വിഷ്വലിന്, ആ ഫ്രെയിമിന് പ്രാധാന്യം ഏറെയാണ്. ഇതാ ഇപ്പോൾ ഈ പേടകത്തിനകത്തുള്ള ചില കാര്യങ്ങൾ അവർ പുറത്തേക്ക് നൽകുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അവരുടെ സ്യൂട്ട്സ്, അവരുടെ സ്പെഷ്യൽ സ്പേസ് സ്യൂട്ട് അവർ കൈമാറിയിട്ടുണ്ട്. മേ ബി എക്സ്ട്രാ സ്യൂട്ടായിരിക്കാം. അത്തരം കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ പുറത്തേക്ക് അവരുടെ മറ്റ് സാധനങ്ങൾ ഒക്കെ പുറത്തേക്ക് നൽകുന്ന കാഴ്ചയാണ്. ഇതെല്ലാം ചില പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകേണ്ട കാര്യങ്ങളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൃത്യമായി അത് കൈമാറി അത് ഷിപ്പിലേക്ക് മാറ്റുന്നുണ്ട്. ഇതാ അടുത്ത ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിൽ ആരെങ്കിലും ഒരാളുടെ പുറത്തേക്കുള്ള വരവിനെയാണ്. അവരുടെ ആദ്യ ഫുഡ് സ്റ്റെപ്പ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാത്തു നിൽക്കുന്നത്. ബുച്ച് വിൽമോറോ അല്ലെങ്കിൽ സുനിത വില്യംസോ ആവുമോ എന്നൊരു ആകാംക്ഷ കൂടിയുണ്ട്. നമ്മൾ അതിന് കാത്ത് ഇരിക്കുകയാണ്. പലരും സുനിത ദീദി ഇറങ്ങും എന്നാണ് നമ്മുടെ കമന്റ് ബോക്സിൽ കുറിക്കുന്നത്. സുനിത ആദ്യം ഇറങ്ങും എന്ന് പലരും പറയുന്നു. ഇപ്പോൾ കയറിയ ആളായിരിക്കും ആദ്യം പുറത്തിറങ്ങുക എന്ന് പറയുന്നു. അത് രസമായിട്ടുണ്ട്. ഫോൾട്ട് മീഡിയ എന്ന് പറയുന്ന ഒരു കമന്റ് അങ്ങനെ തരുന്നു. ആ രീതിയിൽ എല്ലാവരും പറയുന്നു സുനിത എന്ന് എല്ലാവരും പറയുന്നു.
നോക്കാം നമുക്ക് ആരായിരിക്കും ആദ്യം പുറത്തിറങ്ങുക, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുമോ എന്നൊരു ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. മേ ബി അവരെ ഹ്യൂസ്റ്റണിലേക്ക് മാറ്റിയ ശേഷം അവിടുത്തെ പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രത്തിലെത്തിയ ശേഷമായിരിക്കും അവരെ മാറ്റുക എന്നുകൂടി ചിലപ്പം നമുക്ക് അറിയാനുള്ള സമയം കൂടിയാണിത്. ഈ ഘട്ടത്തിൽ അവരെ മാറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് മിനിറ്റുകൾക്കകം ഒരു ഉത്തരം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില അപ്ഡേറ്റുകൾ കൂടി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നു. അതിനകത്തുള്ള ദൃശ്യങ്ങൾ നമുക്ക് അല്പ സമയത്തിനകം ലഭിക്കും. ഒപ്പം തന്നെ ദ ഹാച്ച് ഈസ് ഓപ്പൺ ആൻഡ് ദി ആസ്ട്രോണട്സ് ഗെറ്റ് എ ബ്രീത്ത് ഓഫ് ഫ്രഷ് എയർ, അല്ലേ? ആദ്യമായിട്ട് അതല്ലാതെ ഇതിനകത്തുള്ള ഓക്സിജൻ അല്ലാതെ ആ ലിഡ് തുറന്നപ്പോഴൊക്കെ ഉണ്ടായ അവരുടെ അനുഭവം അവർ പിന്നീടത് വിവരിക്കുമായിരിക്കും ഉറപ്പായിട്ടും. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വായു ശ്വസിക്കാൻ അവർക്ക് പറ്റി എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് ആ രീതിയിൽ തന്നെ എടുക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ആ സ്യൂട്ടിൽ അവർ ഹെൽമെറ്റ് അടക്കം ധരിച്ചിട്ടുണ്ട്, മുഖാവരണം അടക്കമുണ്ട്. അപ്പോൾ അവർക്ക് ആ ഫ്രഷ് എയർ ഒക്കെ കൃത്യമായിട്ട് ശ്വസിക്കാനുള്ള സമയമായോ എന്നൊക്കെയുള്ള സംശയങ്ങളൂടെ ബാക്കിയാണ്. ഇതൊക്കെ അല്പ സമയത്തിനകം നമുക്ക് ആ സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകാൻ കഴിയും.